നമ്മുടെ കേരളത്തിലിപ്പോൾ നിപ്പ വൈറസ് പോലത്തെ ഒരുപാട് മാരകമായ രോഗങ്ങൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇതൊക്കെ മുന്നിൽ കണ്ട് തന്നെ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വെളിയങ്കോട് പഞ്ചായത്തിലെ മെമ്പർമാരും ഒക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. 2 പ്രാവശ്യം ഇവിടെ നമ്മുടെ ആനകത്ത് സ്കൂളിലെ കിണർ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാനിവിടെ വരാനുള്ള കാരണം ഇപ്പോൾ നിപ്പ വൈറസ് പടർന്ന് പന്തലിച്ചിട്ട് മാരകമായ രോഗങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന കിണറിൽ നല്ല ശക്തമായ രീതിയിലുള്ള കൊതുകുകൾ അത്യാവശ്യം ഇതിലുണ്ട്. വെളിയങ്കോട് പഞ്ചായത്തിനും നമ്മുടെ ആനത്ത് സ്കൂളിലെ HMനും അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് 2 പ്രാവശ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാതെ നടക്കുന്നത്. ഇത്തിരി ഡേഞ്ചർ അസുഖങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ പൊന്നാനി മേഖലയ്ക്ക് വരെ എത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൻ്റെ അധ്യാപകൻ്റെയും അതേപോലെ അധ്യാപകരുടെയും ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഇവിടെ വെളിയങ്കോട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്പർ സൈദുക്കയുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ഞാൻ സൈദുക്കാനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറിനെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടുത്തെ സ്റ്റാഫുകളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, HMനോടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കച്ചറ കെട്ടിക്കെടുക്കണേ കാണുന്നത്. ഒരു കല്ലാണ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൊതുകുകൾ, അതും വളരെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള കൊതുകുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊതുകുകൾ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പോയി കുട്ടികളെ കടിക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരോടാണ് നമ്മൾ ഉത്തരം പറയുക? കുറച്ച് മുമ്പേ നമ്മുടെ ഭക്ഷണത്തിൽ പുഴുണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു കംപ്ലൈൻറ്റ്. അത് പിന്നെ അവർ പറഞ്ഞതിന് ശേഷം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഈ വെള്ളം കെട്ടി നിന്നിട്ട് ചുരുങ്ങിയത് 3-4 മാസത്തോളമായി. ഒരു പരിഗണനയും ഇവിടുത്തെ കുട്ടികളോട് ഇവിടുത്തെ HMും കമ്മിറ്റിക്കാരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലുള്ള ഓഫീസർമാരുൾപ്പെടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും HMും അധ്യാപകരും ഒക്കെ ഉൾപ്പെടെ ഇത് നേരിട്ട് കണ്ടിട്ടും അവർ പറയുന്ന റീസൺ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഉപയോഗിക്കാത്ത ഈ കിണറിൽ ഇത്രയും കച്ചറ നിറഞ്ഞത് എങ്ങനെയാണ്? ഇനി കുട്ടികൾ ഇതിൽ കച്ചറ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കേണ്ട ചുമതല കൃത്യമായിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കും ഇത് വേണ്ടപ്പെട്ട ആളുകൾക്കും അല്ലേ? അത് കൃത്യമായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.